രാമനെ ആദ്യമായിട്ട് വസിഷ്ഠനാണ് യോഗവാസിഷ്ടം എന്ന് പറയുന്ന ആദ്യത്തെ സൈക്കോളജി ബുക്ക് അതാണ്. 18 ദിവസത്തെ ട്രെയിനിങ് കൊണ്ട് രാമനെ നന്നാക്കിയ സ്ഥലമാണ്. ഇപ്പൊ രാമനാണ് ആദ്യത്തെ സൈക്കോളജി പേഷ്യൻസ്. ആദ്യത്തെ സൈക്യാട്രിസ്റ്റ് എന്ന് പറയുന്നത് വസിഷ്ഠനാണ്. 4-ാമത്തെ വയസ്സ് മുതൽ കുട്ടികളെ കൊണ്ട് സൈക്കോളജിസ്റ്റ് വേണ്ടി കൗൺസിലിംഗ് നടത്തും അവിടുത്തെ പേരൻസ്. പ്രണയം പോലും സ്റ്റാർട്ട് ചെയ്യുന്നത് സൈക്കോളജിസ്റ്റുമായിട്ട് മധ്യസ്ഥയിലാണ്. ഡൈവേഴ്സ് ഉണ്ടാകുന്ന വരെ സൈക്കോളജിസ്റ്റ് മധ്യസ്ഥയിലാണെന്ന് പറയുന്നത്. കേരളത്തിനൊക്കെ പറ്റിയ അബദ്ധം എന്താ വെച്ചാൽ നമ്മളെല്ലാം എക്സ്പോർട്ട് ചെയ്യും. ലോകത്തിൽ നിന്ന് ഏറ്റവും കൂടുതൽ സംഭവങ്ങൾ പെട്ടെന്ന് മാറ്റം വരുത്തുന്ന ഒരു ലോകം ഇതാണ്. അതുകൊണ്ട് തന്നെ സൈക്കോളജിക്കൽ പ്രോബ്ലംസും കേരളത്തിൽ കൂടുതലാണ്. കാരണം കുട്ടികൾക്ക് ഈ വിദ്യാഭ്യാസവും അല്ലെങ്കിൽ ഈ അറിവുകൾ മാത്രം നൽകിയാൽ പോരാ, അവരുടെ പ്രശ്നങ്ങളും കൂടി കണ്ടെത്തി അത് മനസ്സിലാക്കി അവരോട് സംസാരിക്കാനുള്ള സംവിധാനങ്ങളും കൂടെ വേണം. മാത്തമാറ്റിക്സ് പഠിക്കാൻ ബുദ്ധിമുട്ടുള്ള കുട്ടി പോയിട്ട് ഈ സൈക്കോളജിസ്റ്റിൻ്റെ അടുത്ത് പറയാനേക്കുക മാത്തമാറ്റിക്സ് ബുദ്ധിമുട്ടാണ്. കേരളത്തിലെ സാധാരണ ഒരു സൈക്കോളജിസ്റ്റ് ആയിട്ടുള്ള ടീച്ചർ എന്താ പറയുക, എനിക്ക് മാത്തമാറ്റിക്സ് ബുദ്ധിമുട്ടാണ്, അതുകൊണ്ടാണ് ഞാൻ സൈക്കോളജി പഠിച്ചത്. ഇതാണോ കൗൺസിലിംഗ്? നമസ്കാരം ഡോക്ടർ TPS. നമസ്കാരം ഡെന്നി തോമസ് വട്ടക്കുന്തൻ. ദിസ് പ്രോഗ്രാം ഇസ് പവർഡ് ബൈ മെഡിമിക്സ്. സാർ ഇപ്പോൾ പറഞ്ഞ പോലെ തന്നെ ഞാൻ പറഞ്ഞില്ല, ഇപ്പോൾ ടീച്ചേഴ്സും അല്ലെങ്കിൽ നമ്മുടെ പിള്ളേരും തമ്മിലുള്ള റിലേഷൻഷിപ്പിനെ കുറിച്ചിട്ടൊക്കെ സാർ സംസാരിച്ചു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ കുട്ടികൾക്ക് നമുക്കൊരു ഇമോഷണൽ ഇൻ്റലിജൻസിൻ്റെ ഒരു അവസ്ഥ, അതായത് ഒരു സാഹചര്യത്തിൽ എങ്ങനെ ബിഹേവ് ചെയ്യണം, അതുള്ളൊരു വലിയൊരു ഫാക്ടർ അല്ലേ. IQ വേണം. IQ പല പല സബ്ജക്റ്റിനും പല പല IQ എന്നാണ് ഇപ്പോൾ പറയുന്നത്. അപ്പോൾ ഈ ഇമോഷണൽ ഇൻ്റലിജൻസിൻ്റെ ഒരു ആവശ്യകത എന്താണെന്നാണ്? അതായത് നമ്മൾ എപ്പോഴും ചർച്ച ചെയ്യുന്നത് ഐക്യുവിൻ്റെ കാര്യത്തിൽ എപ്പോഴും എല്ലാവരും വിലയിരുത്തുന്നത് അതാണ്. ഈ ഐക്യു മാത്രമാണ്. പക്ഷേ നമ്മൾ ഇന്ന് ഏറ്റവും കൂടുതൽ പ്രാധാന്യം ഇപ്പോൾ AI വന്നു, എല്ലാ കാര്യങ്ങളും വന്നു, ഇതെല്ലാം ശരിയാണ്. ഇതെല്ലാം നമ്മുടെ ഈ ബുദ്ധി വികാസത്തിനും അല്ലെങ്കിൽ നമ്മുടെ അറിവുകൾ കൂട്ടാനും വേണ്ടിയിട്ടാണ്. പക്ഷേ മാനുഷികമായൊരു ടച്ച്, അതായത് മനുഷ്യൻ്റെ സാമീപ്യം കൊണ്ട് കൊടുക്കാവുന്ന കുറേ കാര്യങ്ങളുണ്ട്. അതൊരിക്കലും AIക്ക് കൊടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇപ്പം നമ്മുടെ ആൾക്കാർ ഈ വളർന്നു വരുമ്പോൾ സ്കൂളുകളിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, കോളേജുകളിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളെല്ലാം, അതായത് അവർക്ക് കൃത്യമായി ഗൈഡ് ചെയ്യാനുള്ള താമസം. അപ്പോൾ അത് സുപ്രധാനമായൊരു സുപ്രീം കോടതി വിധി അടുത്ത കാലത്ത് വന്നു. വിധിയിൽ പറഞ്ഞിരിക്കുന്നത് എല്ലാ സ്കൂളുകളിലും 2 സൈക്കോളജിക്കൽ കൗൺസിലർമാരുണ്ടാവണം നിർബന്ധമായിട്ട്. അതേപോലെ കോളേജുകളിൽ ഉണ്ടാവണം. കാരണം കുട്ടികൾക്ക് ഈ വിദ്യാഭ്യാസവും അല്ലെങ്കിൽ ഈ അറിവുകൾ മാത്രം നൽകിയാൽ പോരാ, അവരുടെ പ്രശ്നങ്ങളും കൂടി കണ്ടെത്തി അത് മനസ്സിലാക്കി അവരോട് സംസാരിക്കാനുള്ള സംവിധാനങ്ങളും കൂടെ വേണം. കാരണം പലപ്പോഴും പല ആൾക്കാരുടെ വീടുകളിൽ നിന്ന് സംസാരിക്കാനോ പേരൻസ് ശ്രദ്ധിക്കാനോ ഒന്നും സമയമുണ്ടാവില്ല. കാരണം എല്ലാ തിരക്ക് പിടിച്ച ജീവിതമാണ്. അപ്പോൾ അതിൻ്റെ അത് പറ്റണമെന്നില്ല. മാത്രമല്ല അവർക്ക് കൊടുക്കുന്നതിന് ഒരു പരിമിതികളുണ്ട്, വീടുകളിൽ കൊടുക്കുന്നതിന് ഒരു പരിമിതിയുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മളെല്ലാം ആർട്ടിഫിഷ്യൽ, എല്ലാം കമ്പ്യൂട്ടർ ബേസ്ഡായി കോളേജിലായാലും മുഴുവൻ ടൈമിലും ലാപ്ടോപ്പിലും കമ്പ്യൂട്ടറിലും ഒക്കെ ആയിട്ടാണ് ജീവിതം പോകുന്നത്. അപ്പോൾ അറിവുകൾ മാത്രമല്ല, അതിൻ്റെ കൂടെ ഈ ഇമോഷണലായിട്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു സിസ്റ്റത്തിലേക്ക് മാറണം. കാരണം ഇപ്പോഴേ വരുന്ന യുവതലമുറ ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്ന ഏറ്റവും വലിയ ബുദ്ധിമുട്ടും അത് തന്നെയാണ്. പല കാര്യങ്ങളും ഓപ്പണായിട്ട് തുറന്നു പറയാൻ പറ്റത്തില്ല. ചില സാറ് പറഞ്ഞ പോലെ കണക്ക് പഠിക്കാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ എനിക്ക് മാർക്ക് കുറഞ്ഞു പോകുന്നു, വീട്ടിൽ പോയി പറയാനുള്ള ധൈര്യമില്ല. പക്ഷേ അത് ടീച്ചറിൻ്റെ അടുത്താണ് സംസാരിക്കുന്നത്. അപ്പോൾ വിദ്യാഭ്യാസ കരിക്കുലമൊക്കെ ചേഞ്ച് ചെയ്യുമ്പോൾ ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇതും ഒരു സബ്ജക്റ്റായിട്ടും ഇതിനുമായിട്ടൊരു ആൾക്കാർ, അല്ലെങ്കിൽ ഇപ്പോൾ സൈക്കോളജി പഠിക്കാൻ വേണ്ടി മാത്രം ഒരു കോഴ്സ് എടുത്ത് കുറേ പേര് പഠിക്കാമെന്നല്ല. ഇതൊക്കെ ബേസിക്കായിട്ട് ആദ്യം തൊട്ടേ കുറേ കാര്യങ്ങൾ ഇതിൻ്റെ അകത്ത് ഇൻക്ലൂഡ് ചെയ്ത് വന്നാൽ മാത്രമേ ഒരു നല്ല തലമുറയെ വാർത്തെടുക്കാൻ പറ്റുള്ളൂ. ഇത് ഏറ്റവും വലിയ ഉദാഹരണമാണ്. ലോകത്ത് ഏറ്റവും കൂടുതൽ സൈക്കോളജിസ്റ്റുകളുള്ള രാജ്യം ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് അർജൻറ്റീനയാണ്. അപ്പോൾ ബ്യൂണസ് അയേഴ്സിൽ ഒരു തെരുവുണ്ട്, ഫ്രോയിഡ് സ്ട്രീറ്റ് എന്നാണ് പറയുന്നത്. ഫ്രോയിഡ് എന്ന് പറഞ്ഞാൽ അറിയാം, ഈ മനഃശാസ്ത്രത്തിൻ്റെ പിതാവാണ്. അപ്പോൾ ആ ഫ്രോയിഡ് സ്ട്രീറ്റിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവൻ നമ്മുടെ ഇവിടെയൊക്കെ ചെറിയ ചെറിയ റെസ്റ്റോറൻറ്റ്സ് ഒക്കെ കാണുന്ന പോലെ മുഴുവൻ സൈക്കോളജിസ്റ്റ് അറിയിക്കുന്നു. അവിടെ ഒരു ബിൽഡിങ്ങിൽ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്, ഒരു ബിൽഡിംഗ് 13, നമ്മളിപ്പോൾ ഇവിടെ കോടതിയുടെയൊക്കെ സൈഡിൽ കുറേ അഡ്വക്കേറ്റ്സിൻ്റെ പേരെഴുതി വെക്കാറുണ്ട്, 10-20 പേരുടെയൊക്കെ. ഇതുപോലെ 13 ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റിൻ്റെ പേരാണ് എഴുതി. എല്ലാവരും പ്രാക്ടീസ് ചെയ്യണം. പിന്നെ അവിടുത്തെ സിസ്റ്റം അതേപോലെയാണ്. അതായത് 4-ാമത്തെ വയസ്സ് മുതൽ കുട്ടികളെ കൊണ്ട് സൈക്കോളജിസ്റ്റ് വേണ്ടി കൗൺസിലിംഗ് നടത്തും അവിടുത്തെ പേരൻസ്. പിന്നെ ഈ നമ്മുടെ ഇവിടുത്തെ പോലെ ഇത് ഒളിച്ചും പാത്തുമൊന്നുമല്ല അവിടെ ആൾക്കാർ അവിടെ പോകുന്നു. സൈക്കോളജിസ്റ്റ് പറഞ്ഞു ഇപ്പോൾ ചെറിയൊരു ബിൽഡിങ്ങിൽ 4-5 സൈക്കോളജിസ്റ്റ് ഉണ്ടാവും. അപ്പോൾ കൗൺസിലിങ്ങിനുള്ള സൗകര്യം കുറവുണ്ട്. അപ്പോൾ അവർ കഫേകൾ, അവിടുത്തെ കോഫി ഷോപ്പുകളിൽ വെച്ചിട്ടാണ് ഈ ചർച്ചകൾ നടക്കുന്നത്. അപ്പോൾ സൈക്കോളജിസ്റ്റുമായിട്ട് കോഫി എല്ലാം ഇൻഫോർമൽ അല്ലേ? ഫോർമലായിട്ട് അങ്ങനെ ദിവസങ്ങൾ മാത്രമല്ല. ഈ അവിടെയുള്ള ആൾക്കാരുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ സൈക്കോളജിസ്റ്റുകളായിട്ട് ഈ അവരൊരു വിവാഹം ഉറപ്പിക്കുന്നതിന് മുമ്പ് അവർ സൈക്കോളജിസ്റ്റിൻ്റെ അഡ്വൈസ് ചെയ്യും. എന്തിനാ അവിടെ ഒരു പ്രണയം പോലും സ്റ്റാർട്ട് ചെയ്യുന്നത് സൈക്കോളജിസ്റ്റുമായിട്ട് മധ്യസ്ഥയിലാണ്. ഡൈവേഴ്സ് ഉണ്ടാകുന്ന വരെ സൈക്കോളജിസ്റ്റ് മധ്യസ്ഥയിലാണെന്ന് പറയുന്നത്.
അപ്പോൾ അത്രയും പ്രാധാന്യം ആ രംഗത്ത് അവിടെ കൊടുക്കുന്നുണ്ട്. അതിൻ്റെതായ ഒരു ഡെവലപ്മെൻറ്റ് ഫ്യൂച്ചറിൽ ആ രാജ്യത്തിന് അല്ലെങ്കിൽ അവിടെയുള്ളവർക്കും ഉണ്ടാവും. നമ്മളും അത് ഇന്നത്തെ കാലത്ത് അത് നമ്മൾ മാറ്റി നിർത്തേണ്ട ഒരു കാര്യമല്ല. അതിനൊക്കെ വളരെ സീരിയസ് ആയിട്ട് ആ രംഗത്തേക്ക് ചിന്തിക്കുകയും ഒരുപാട് ആൾക്കാർ ഈ രംഗത്ത് വരികയും ഇപ്പം നമ്മുടെ വിദ്യാഭ്യാസ രീതിയിൽ അതൊക്കെ പുനഃക്രമം ചെയ്യേണ്ട കാലം കഴിഞ്ഞു എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ഇപ്പോൾ ഈ കോളേജസിലും സ്കൂൾസിലും ഒക്കെ സൈക്കോളജിസ്റ്റുകൾ ഉണ്ടെന്ന് പറഞ്ഞു. പക്ഷെ എത്ര പിള്ളേർക്ക് അവിടെ പോകാനായിട്ടുള്ള ഒരു സേഫ്റ്റി ഫീലിംഗ് ഉണ്ടാവും എന്നുള്ളത് വലിയൊരു കൺസേൺ ആണ്. ഇപ്പോൾ ടീച്ചേഴ്സ് സൈക്കോളജിസ്റ്റുകൾ സ്കൂളിലുള്ളവർ പറയുന്ന ഒരു കാര്യമാണ്. നമ്മൾ പുറകെ നടന്ന് ചോദിച്ചാൽ പോലും ആരും ഒരു പ്രശ്നം പറയുന്നില്ല എന്നുള്ളതാണ്. ബിക്കോസ് അവർക്ക് ആ ഒരു കണക്ഷൻ ആക്ച്വലി വരുന്നില്ല അവിടെ. അതിനെക്കുറിച്ച് എന്താണ് ഞാനൊരു 10,000-ലധികം സ്കൂളുകൾ മാത്രം വിസിറ്റ് ചെയ്തിട്ടുള്ളവരാണ്. ഐ ഹാവ് സ്പോക്കൺ ടു മോർ ദൻ 1,000,000 ഓഫ് സ്റ്റുഡൻസ്, അതേപോലെ 1,000,000 ഓഫ് ടീച്ചേഴ്സ്. ഈ പറയുന്ന യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ കോളേജുകളിൽ അല്ലെങ്കിൽ സ്കൂളുകളിൽ ഗവൺമെൻറ് റൂൾ പ്രകാരം സൈക്കോളജിസ്റ്റിനെ വെക്കണമെന്ന് പറഞ്ഞിട്ടുള്ളത് നിങ്ങൾ അടുത്തുള്ളൊരു 10 സ്കൂളിൽ പോയിട്ട് ചോദിച്ചു നോക്കുക. അവരൊക്കെ ഏതെങ്കിലും പ്രൈവറ്റ് ഓപ്പൺ യൂണിവേഴ്സിറ്റികളിൽ നിന്ന് പാർട്ട് ടൈം ആയിട്ടൊരു മാസ്റ്റേഴ്സ് MA എടുത്തത് ഈ ഒരു ജോലി കിട്ടുന്നതുകൊണ്ടാണ്. അവർക്ക് അതിൻ്റെ ബേസിക് അറിയുന്നത് കൊണ്ടോ അതിന് താല്പര്യമുള്ളത് കൊണ്ടോ ഹ്യൂമൻ ടച്ച് ഉള്ളത് കൊണ്ടോ ഒന്നുമല്ല. അവർക്കതൊരു ജോലിക്ക് മാത്രം. പല സ്കൂളുകളിൽ ഞാൻ കണ്ടിട്ടുള്ള മിക്കവാറും CBSE സ്കൂളുകൾ, ഞാനും ഒരു അക്കാഡമിക് ഇൻസ്റ്റിറ്റ്യൂഷൻ എൻ്റെ വില്ലേജിലുള്ള സ്കൂൾ ഞങ്ങളുടേതാണ് മാനേജ്മെൻറ്റ്. സോ ഐ ബിലോങ്സ് ടു ദറ്റ് ഗ്രൂപ്പ്. മിക്കവാറും സ്ഥലങ്ങളിൽ ഞാൻ പോയിട്ടുള്ള നടക്കുന്ന സ്ഥലത്തൊക്കെ ഞാൻ പറയാറുള്ളത്, ഈ ടീച്ചറെ ഈ പണി ഏൽപ്പിക്കരുത്, വല്ല ക്ലർക്ക് പണിയോ അല്ലെങ്കിൽ അറ്റൻഡർ ആയിട്ടോട്ട് വെച്ചോളൂ. പക്ഷെ പ്രൊസീജിയറിൽ നിങ്ങൾ സൈക്കോളജിസ്റ്റാന്ന് കാണിച്ചോ. കാരണം നമ്മുടെ സാധാരണ രീതി ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, മാത്തമാറ്റിക്സ് പഠിക്കാൻ ബുദ്ധിമുട്ടുള്ള കുട്ടി പോയിട്ട് ഈ സൈക്കോളജിസ്റ്റിൻ്റെ അടുത്ത് പറയാനേക്ക് മാത്തമാറ്റിക്സ് ബുദ്ധിമുട്ടാണ്. കേരളത്തിലെ സാധാരണ ഒരു സൈക്കോളജിസ്റ്റ് ആയിട്ടുള്ള ടീച്ചർ എന്താ പറയുക, എനിക്കും മാത്തമാറ്റിക്സ് ബുദ്ധിമുട്ടാണ്, അതുകൊണ്ടാണ് ഞാൻ സൈക്കോളജി പഠിച്ചത്. ഇതാണോ കൗൺസിലിങ്? പഠിക്കാൻ പറ്റാത്ത ഒരാൾ അതിനെ എക്വിപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരാളാവണം, ആണോ വേണ്ടയോ? അതെ അതെ അപ്പോൾ അതിന് കഴിവുള്ള ആൾക്കാരെ കണ്ടുപിടിക്കാനുള്ള വലിയ ബുദ്ധിമുട്ടാണ്. കേരളത്തിൽ 4,300 കിലോമീറ്റർ ഓടിച്ചിട്ട് മെൻറ്റേഴ്സ് നാവിഗേഷൻ പ്രോഗ്രാം എന്നൊരു പ്രോഗ്രാം നടത്തിയിട്ടുള്ള ഒരാളാണ്. എല്ലാ കോളേജുകളുടെയും ടീച്ചർമാരുടെ ക്ലസ്റ്റർ ഉണ്ടാക്കിയിട്ട് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ മെൻറ്റേഴ്സ് നാവിഗേഷൻ വർക്ക്ഷോപ്പ്. കേരളം ആകെ 400 കിലോമീറ്റർ ഉള്ളൂ. അപ്പോൾ എത്ര പ്രാവശ്യം ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിച്ചിട്ടുണ്ടെന്ന് മനസ്സിലാവും. അത് എൻ്റെ വളണ്ടിയർ പ്രോഗ്രാമിൽ ഞാൻ ചെയ്തിട്ടുള്ളൊരു പരിപാടിയാണ്. എന്തിനാ അത് ചെയ്തതെന്ന് വെച്ചാൽ ടീച്ചേഴ്സിനെ മെൻറ്റേഴ്സാക്കി മാറ്റാനാണ്. അതിന് കേപ്പബിലിറ്റി ഉള്ള ആൾക്കാർ വളരെ കുറവാണ്. പിന്നെ ഈ ശരീര മനസ്സോ യോഗ പരസ്പരം അനുവ്രജേത് ആധാര ആധേയ ഭാവേന തപ്താജ്യ ഘടയോരുക. ഘടയോഗ പ്രതിപിക്കുകയാണ്. നമ്മുടെ ശരീരത്തിനെയും മനസ്സിനെയും കൃത്യമായിട്ട് യോജിച്ച് മനസ്സിലാക്കുന്നവരാവണം ഈ കഴിവുള്ളവർ. നമ്മൾ പഠിക്കുന്ന സമയത്ത്, ഞാൻ സൈക്കോതെറാപ്പി പഠിക്കുന്ന സമയത്ത് നമ്മൾ ഫാർമക്കോളജി പഠിക്കണം, ബയോകെമിസ്ട്രി പഠിക്കണം, ഇതൊക്കെ പഠിക്കണം, അനാറ്റമി പഠിക്കണം. പക്ഷേ ഈ സൈക്കോളജി പഠിക്കുന്നവരൊന്നും ഇത് പഠിച്ചിട്ടല്ല. MA ഹിസ്റ്ററിയോ MA ഇംഗ്ലീഷോ കഴിഞ്ഞിട്ട് മാസ്റ്റർ ഓഫ് അറ്റ്നാന എന്ന് പറയുന്ന സൈക്കോളജി പഠിച്ചിട്ട് വന്നിട്ടുള്ളവരാണ്. കൗൺസിലിംഗ് മാത്രം പഠിച്ചാലും ടീച്ചർമാരാവാം. ഇവർ ഏതെങ്കിലും ആദ്യം കൊടുക്കുന്ന റിപ്പോർട്ട് എന്താ അറിയോ, മാത്സ് ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞാൽ മാത്സ് ടീച്ചർ മോശമാണെന്നൊരു റിപ്പോർട്ട് മാനേജ്മെൻറ്റ് ഓഫീസർ അവരുടെ പണികളെ. അതല്ലാതെ ഇതിൻ്റെ കൃത്യമായിട്ടുള്ള അളവുകോല് എല്ലാ കുട്ടികളുടെയും പ്രായമനുസരിച്ച് അവർക്ക് വരാവുന്ന കുറേ മാറ്റങ്ങളുണ്ട്, ഹോർമോൺ മാറ്റങ്ങൾ. അപ്പോൾ ശരീരം ആദ്യമായിട്ട് മനസ്സിലാക്കണം. ഫിസിക്കൽ കനോട്ട് ബി സെപ്പറേറ്റഡ് ഫ്രം ഇമോഷൻ. നമ്മൾ കഴിക്കുന്ന ഭക്ഷണം നമ്മുടെ ഇമോഷനെ ബാധകമാണ്. മൈക്രോബയോട്ടിക്സ് ആൻഡ് മാക്രോബയോട്ടിക്സ് വിൽ ഡിറ്റർമിൻ വാട്ട് ഈസ് യുവർ ക്യാരക്ടർ വെൻ യു ആർ ഗ്രോയിങ് അപ്പ്. അപ്പോൾ ഫിസിക്കൽ, ഇമോഷണൽ, പാരമ്പര്യം അനുസരിച്ച്, പിന്നെ സോഷ്യൽ സ്കില്ല്. ഈ EQ മാത്രമല്ല, SQയും കൂടി ആവശ്യമാണ്. എങ്ങനെ പെരുമാറണം എന്നറിയുന്നത്. അത് കഴിഞ്ഞിട്ട് സ്പിരിച്വൽ കോഷ്യൻ്റ്, കരിഷ്മ കോഷ്യൻ്റ്, എങ്ങനെ നമ്മൾ പ്രസൻറ്റ് ചെയ്യുക, ഇവരൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കണമെങ്കിൽ കുട്ടികളെ കാറ്റഗറൈസ് ചെയ്ത് ഒരു കോഗ്നിറ്റീവ് സൈക്കോ അനാലിസിസ് പ്രോഗ്രാം നമ്മുടെ പാരമ്പര്യമായിട്ട്, നമ്മുടെ എന്തുകൊണ്ടാണ് സ്കാൻഡിനേവിയയിലുള്ള പോലെ നമ്മളിൽ ഇല്ലാത്ത വെച്ചാൽ എല്ലാ അസ്ട്രോളജേഴ്സും ഇതിൻ്റെ ഒരു ഭാഗമാണ്. നമ്മുടെ ഓരോരാളുടെയും ജാതകം നോക്കിയിട്ട് അവരുടെ സ്വഭാവം പറയാൻ പറ്റുന്നത് പോലെ ഇത്ര നല്ലൊരു ശാസ്ത്രം ലോകത്തെവിടെയും ഉണ്ടാവില്ല. പക്ഷെ അത് അറിയുന്നവരുണ്ടോ എന്ന് ചോദിച്ചാൽ സംശയിക്കും. കള്ളന്മാർ കുറേ പേരുണ്ടാവും. ഞാനിപ്പോൾ സൈക്കോളജിയിൽ പറഞ്ഞതുപോലെ അവർ പറയും, അല്ലെങ്കിൽ ഇന്ന സമയത്ത് ഇന്ന്. പിന്നെ നമ്മുടെ ഏറ്റവും നല്ല ഒരു സോഷ്യൽ സ്കിൽ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത് നല്ല സ്ട്രോങ് കോഗ്നിറ്റീവ് ആയിട്ടുള്ളൊരു മൈൻഡ് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ളൊരു സൊസൈറ്റി നമുക്കുണ്ട്. നമ്മുടെ പ്രശ്നങ്ങളിലൊക്കെ അൾട്ടിമേറ്റ്ലി നമ്മൾ പറയുന്നത് എന്ത് പറഞ്ഞാലും വിഷമം വരുമെന്ന് പറയും, ഭഗവാന്റെ അടുത്ത് പോയി പ്രാർത്ഥിച്ചാൽ മതി പറയോ ഇല്ലയോ. അപ്പം നമുക്ക് ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന ഡിപ്പെൻഡബിൾ ആയിട്ടുള്ള ഒരു മൂർത്തി നമ്മുടെ സങ്കല്പത്തിലുണ്ട്. അതുകൊണ്ട് സൊസൈറ്റിയിൽ വലിയ പ്രോബ്ലമൊന്നുമില്ലാതെ പോകുന്ന ഒരു നല്ല രാജ്യമാണ് നമ്മുടെ ലോകത്ത്. കുറേ സൈക്കോളജിസ്റ്റുകൾ ഉണ്ടാവണം എന്നല്ല നമ്മൾ വിശ്വസിക്കേണ്ടത്. മഹാത്മാഗാന്ധി പറഞ്ഞതുപോലെ ഡോക്ടർമാരില്ലാത്തൊരു ഒരു ഗ്രാമം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കാൻ പറ്റും. അപ്പോൾ അതിനുണ്ടാവണമെങ്കിൽ വിദ്യാഭ്യാസത്തിൽ ഒരു ക്ലീനിങ് ആവശ്യമാണ്.
അതുണ്ടെങ്കിൽ അതാണല്ലോ നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യുന്നത്. അതെ അതിൽ ഇമോഷണൽ ഫിസിക്കലായിട്ട് എങ്ങനെ ഭക്ഷണം കഴിക്കണം എന്ന് പോലും നമ്മൾ പഠിപ്പിക്കാറില്ല ആൾക്കാരെ. എന്ത് കഴിക്കണം എങ്ങനെ കഴിക്കണം എന്ന് പഠിപ്പിക്കുന്ന വലിയൊരു ശാസ്ത്രമാണ്. അപ്പോൾ ഫിസിക്കലായിട്ട് നന്നാവണം, ഇമോഷണലായിട്ട് നന്നാവണം. ഞാൻ നല്ല ഭക്ഷണം കഴിക്കുന്നു എന്ന് പറയുന്ന സമയത്ത് എൻ്റെ നല്ല ഭക്ഷണം എന്താണെന്ന് ഞാൻ തീരുമാനിക്കണം. ഏതാ എൻ്റെ നല്ല ഭക്ഷണം? എൻ്റെ ട്രഡീഷണലായിട്ട് ഞാൻ കഴിച്ചിരിക്കുന്ന എൻ്റെ ഈ കാലാവസ്ഥക്ക് ആവശ്യമായ ഭക്ഷണമാണ് എൻ്റെ നല്ല ഭക്ഷണം. ആന്ധ്രയിൽ എന്തുകൊണ്ടാണ്, ഞാനിപ്പോൾ ആന്ധ്രയിൽ ജീവിക്കുന്നവരാണ്, ആന്ധ്രയിൽ എന്തുകൊണ്ടാണ് പിന്നെ ചില്ലി പൗഡർ കൂടുതൽ? അവിടെ ഭക്ഷണം കഴിക്കുന്ന ആൾക്ക് മിർച്ചി ആവശ്യം കൂടുതലാണ്. ആ ഭക്ഷണം കാശ്മീരികാർക്ക് കൊടുക്കാൻ പറ്റില്ല. അവരുടെ ഭക്ഷണശീലി ഡിഫറെൻ്റാണ്. കേരളത്തിനൊക്കെ പറ്റിയ അബദ്ധം എന്താ വെച്ചാൽ നമ്മളെല്ലാം എക്സ്പോർട്ട് ചെയ്യും. ലോകത്തിൽ നിന്ന് ഏറ്റവും കൂടുതൽ സംഭവങ്ങൾ പെട്ടെന്ന് മാറ്റം വരുത്തുന്ന ഒരു ലോകം ഇതാണ്. അതുകൊണ്ട് തന്നെ സൈക്കോളജിക്കൽ പ്രോബ്ലംസും കേരളത്തിൽ കൂടുതലാണ്. മറ്റൊരു കാരണം, ആലുവപ്പുഴക്ക് താഴെ തെക്കോട്ട് ഭാഗം എല്ലാ ഭാഗത്തും നാച്ചുറൽ റേഡിയേഷൻ വ്യത്യാസമാണ്. അതുകൊണ്ട് സ്വഭാവത്തിൽ നിങ്ങൾ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം നോക്കിയാൽ ആൾക്കാരുടെ സ്വഭാവത്തിലും ഭാഷയിലും സ്റ്റൈലിലും പ്രകൃതിയിലും എല്ലാം ഡിഫറൻ്റാണ്. കാരണം ഇത് പ്രകൃതിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. അതുകൊണ്ട് നമ്മൾ എവിടെയെങ്കിലും ഉള്ള ഒരു സൈക്കോളജി പഠിച്ചിട്ടല്ല നമ്മളിവിടെ കൊണ്ടുവരേണ്ടത്. നമ്മുടെ ആദ്യത്തെ സൈക്കോളജിസ്റ്റ് ആരാണെന്നറിയോ? ലോകത്തിലെ ഫ്രോയിഡൊന്നുമല്ല. ഞാൻ MS പഠിച്ചിട്ടുള്ളതാണ്. പക്ഷെ ആ പഠിച്ച FS അല്ല, അതിനപ്പുറത്തൊരു സിലബസ് ഉണ്ട്. രാമനെ ആദ്യമായിട്ട് വസിഷ്ഠനാണ് യോഗവാസിഷ്ടം എന്ന് പറയുന്ന ആദ്യത്തെ സൈക്കോളജി ബുക്ക് അതാണ്. 18 ദിവസത്തെ ട്രെയിനിങ് കൊണ്ട് രാമനെ നന്നാക്കിയ സാധാണ്. ഇപ്പൊ രാമനാണ് ആദ്യത്തെ സൈക്കോളജി പേഷ്യൻസ്. ആദ്യത്തെ സൈക്യാട്രിസ്റ്റ് എന്ന് പറയുന്നത് വസിഷ്ഠനാ. പൂർണ്ണേ മനസ്സി സമ്പൂർണം ജഗത് സർവം സുധാദ്രവൈഹി ഉപാന ഗൂഢപാദസ്യ നനുചർമ്മസ്തുതൈവ ഭൂഹു. എടാ മോനെ, നീ ഈ കാണുന്ന ലോകം എങ്ങനെയാണെന്ന് തീരുമാനിക്കുന്നത് നിന്റെ മനസ്സാ. ഏതുപോലെ? ലോകത്ത് പോകുന്നിടത്തൊക്കെ എനിക്ക് നല്ല ലെതർ കാർപ്പറ്റ് വേണമെന്ന് വിചാരിച്ചാൽ പറ്റില്ല. അതിന് പകരം ലെതർ ഫുട്വെയർ ഇട്ട് നടന്നു കഴിഞ്ഞാൽ പോകുന്നിടത്തൊക്കെ ലെതർ കാർപ്പറ്റാണെന്ന് എനിക്ക് തോന്നും. അതാണ് സൈക്കോളജി. അത് കൊള്ളാം. ഞാൻ പോകുന്നിടത്തൊക്കെ എനിക്ക് ലെതർ കാർപ്പറ്റ് വേണമെന്ന് പറഞ്ഞാൽ സാന്താമോണിക്ക് എന്നെ ക്ഷണിക്കില്ല എന്ന് ഉറപ്പാണ്. പക്ഷേ ആ സമയത്ത് ഒരു 40 രൂപയുടെ ചപ്പൽ മേടിച്ച് തന്നിട്ട് നീ നടന്നോളാന്ന് പറഞ്ഞാൽ മതി. അതെ മനസ്സിലാവുണ്ടോ? പൂർണ്ണേ മനസ്സി സമ്പൂർണം ജഗത് സർവം സുധാദ്രവൈഹി ഉപാന ഗൂഢപാദസ്യ നനുചർമ്മസ്തുതൈവ ഭൂഹു. ഇതിലും നല്ലൊരു സൈക്കോളജി ബുക്ക് ഒരു ലോകത്തും എഴുതപ്പെട്ടിട്ടില്ല. ഇത് പഠിക്കാനുള്ള നമ്മുടെ ഭാരതത്തിലെ, ഇത് ഞാനിപ്പോൾ പറഞ്ഞിട്ടുള്ളത് യോഗവാസിഷ്ടത്തിൻ്റെ കാതലാണ് ഞാൻ പഠിപ്പിക്കുന്നത്. ഇങ്ങനെ പഠിപ്പിച്ചാൽ മതി. പക്ഷെ ഇത് പഠിപ്പിക്കാനും ഇത് പഠിക്കാനും തയ്യാറാവുന്ന ഒരു സമൂഹം നമ്മുടെ മുമ്പിലില്ല എന്നുള്ളതാണ്. ഇമോഷണൽ ക്വോഷ്യന്റ് ഫോർ കോർപ്പറേറ്റ് കമ്മ്യൂണിക്കേഷൻസ് ഞാൻ BMS ബാച്ചലർ ഓഫ് മാനേജ്മെന്റ് സയൻസസ് ഹൈദരാബാദിൽ ക്ലാസ് എടുത്ത് പഠിപ്പിച്ചിട്ടുണ്ട്, ഓട്ടോണമസ് കോളേജിൽ. അന്ന് പ്രിസ്ക്രൈബ്ഡ് ബുക്കില്ല. ഞാൻ പഠിപ്പിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ എഴുതിയ ബുക്കാണ് ഇപ്പോൾ അവിടെ ഫോളോ ചെയ്യുന്നത്. ആ ബുക്കിൻ്റെ പേര് ഇമോഷണൽ കമ്മ്യൂണിക്കേഷൻ ഫോർ കോർപ്പറേറ്റ് കമ്മ്യൂണിക്കേഷൻ, ഇമോഷണൽ ക്വോഷ്യന്റ് ഫോർ കോർപ്പറേറ്റ് കമ്മ്യൂണിക്കേഷൻസ് എന്നാണ്. നമ്മുടെ ഇമോഷൻസ് വെച്ചിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റാത്തതാണ് ഗ്രൂപ്പ് ആക്ടിവിറ്റികൾ. നമ്മൾ മിക്കവാറും സെലക്ട് ചെയ്യുന്ന സമയത്ത് എല്ലാ കോർപ്പറേറ്റ് കമ്പനികളിലും അല്ലെങ്കിൽ എല്ലാ സ്ഥലത്തും നമ്മൾ ഡിസ്കഷൻ ഇത് ഗ്രൂപ്പ് എന്തിനാണത്? നിങ്ങൾ എന്ത് ഭാവത്തിലാണ് ഡിസ്കസ് ചെയ്യുന്നത് എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ്. അതാണ് സൈക്കോ അനാലിസിസ്. അപ്പോൾ ഇത് കൃത്യമായിട്ട് നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് ലോകത്ത് നയിക്കാൻ പറ്റും. KL യൂണിവേഴ്സിറ്റിയിൽ ഞാൻ പഠിപ്പിച്ചിട്ടുള്ളത് ക്യാമ്പസ് ടു കോർപ്പറേറ്റ് എന്ന് പറഞ്ഞൊരു ഒരു പേപ്പറാണ്. മിക്കവാറും ഒരു യൂണിവേഴ്സിറ്റികളിലും ഇല്ലാത്തൊരു പേപ്പറാണ് ക്യാമ്പസ് ടു കോർപ്പറേറ്റ്. അവരെ നമ്മളെങ്ങനെ ഫിറ്റാണ്, ആ ഫിറ്റ് ആക്കണമെങ്കിൽ ഇമോഷണൽ ഇൻ്റലിജൻസ് വേണം. കൃത്യമായിട്ട് നമുക്കെങ്ങനെ അനലൈസ് ചെയ്യാൻ പറ്റുമെന്നറിയണം, ഡാറ്റ അനാലിസിസ് അറിയണം, നമ്മളെങ്ങനെ ഡിസിഷൻസ് എടുക്കും, അത് സമൂഹത്തെ എങ്ങനെ എഫക്റ്റ് ചെയ്യും. ഇത്തരം കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ ഗ്രൂപ്പ് ഡിസ്കഷനിലും അവരുടെ ഈ ആറ്റിറ്റ്യൂഡ് അനാലിസിസിനും ഉപയോഗിക്കുന്നത്. അത് സോഫ്റ്റ്വെയർ ഉപയോഗിച്ചിട്ടല്ലെങ്കിലും സാധാരണ ഡിസ്കഷനിൽ പോലും നമുക്ക് പറ്റുന്ന സംഭവമാണ്. അങ്ങനെ ആവണം പഠനം, അങ്ങനെ പഠിപ്പിക്കുന്നതാവണം നമ്മുടെ ടീച്ചേഴ്സ് ട്രെയിനിങ് പ്രോഗ്രാംസ്. അത് വെച്ചിട്ട് നമുക്ക് കുട്ടികളെ നന്നാക്കാൻ പറ്റും. താങ്ക് യു സർ. താങ്ക് യു മെമി. ദിസ് പ്രോഗ്രാം ഇസ് പവർഡ് ബൈ മെഡിമിക്സ്.